ഒരു കഫേ, 3 ജീവിതങ്ങൾ, ഒരാളുടെ പ്രണയം, മറ്റൊരാളുടെ കാത്തിരിപ്പ്. നെറ്റ്ഫ്ലിക്സിലെ മുസാഫിർ കഫേ നമ്മുടെ മനസ്സിനെ തൊടുന്ന ഒരു യാത്രയാണോ? ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിലെ പുതിയ വെബ് സീരീസായ മുസാഫിർ കഫേയാണ്. മുസാഫിർ കഫേയുടെ ജോണർ പറഞ്ഞാൽ ഇതൊരു റൊമാൻറ്റിക് ഡ്രാമയാണ്. ദിവ പ്രകാശ് ദൂബെ എന്ന ഒരു റൈറ്ററിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ലൈനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതല്ല, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ചോയ്സിനെ കുറിച്ചിട്ടും സെക്കൻഡ് ചാൻസിനെ കുറിച്ചിട്ടും ഡ്രീമിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വെബ് സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ വിക്രാന്ത് ചെയ്ത ക്യാരക്ടറായാലും വേദിക ചെയ്ത ക്യാരക്ടറായാലും മഹിമ ചെയ്ത ക്യാരക്ടറായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വിക്രാന്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും അതുപോലെ നാച്ചുറൽ അഭിനയവും ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ എല്ലാം അടിപൊളിയാണ്. കാരണം ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് എക്സ്ട്രാ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. വളരെ സിമ്പിളായിട്ട് ഗിറ്റാറിലും അതുപോലെ പിയാനോയിലും ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് നമുക്കിത് മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സീരീസ് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 96 പോലുള്ള സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ഈ സീരീസ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും. കാരണം അടിപൊളിയാണ്, ഒരു റൊമാൻറ്റിക്കാണ്, നല്ല ഫീൽ ഗുഡായി പോകുന്നൊരു സീരീസാണ്. ബട്ട് കുറച്ച് സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.